നമ്മളൊക്കെ ഉള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്ടറുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ ഡയറക്ടറുടെ പേരും പറയുന്നില്ല. ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ടിങ്ങാണ്. അപ്പം സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡയറക്ടർ സൈഡിൽ നിന്നിട്ട് ഈ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗ് പുള്ളി പറയും, ഇതൂടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്, ഭയങ്കര ഊർജ്ജസ്വലനായിട്ടുള്ള ഡയറക്ടർ. ഒരു ദിവസം ഡയറക്ടർ എൻ്റെ മുറിയിൽ വന്നു. അപ്പം നമ്മൾ താമസിക്കുന്നില്ലല്ലോ, എന്നിട്ട് പറഞ്ഞു ഭയങ്കര ദുഃഖം, അതെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താണ്? അതിങ്ങനെ നമ്മുടെ പ്രധാന വേഷം അഭിനയിക്കുന്ന ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ആ നടിയുടെ ഏറ്റവും അടുത്തൊരു ബന്ധു മരിച്ചുപോയി, പോയേ പറ്റൂ. അപ്പം അവരില്ലാതെ മുകേഷ്, നാളെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ സീൻസിലും നിങ്ങൾ രണ്ടുപേരും കോമ്പിനേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ചെയ്യണം, ഉച്ച കഴിഞ്ഞിട്ട് അവരില്ലാത്ത ഒരു ഭാഗം മുകേഷിൻ്റെ ഒരെണ്ണം എടുക്കാം. ഉച്ച വരെ നമ്മൾ ടോട്ടലി വേറെ ആൾക്കാരെ പിടിക്കുകയാണ്. പക്ഷെ അത് നമ്മുടെ എല്ലാം അപ്സെറ്റാവും. പക്ഷെ പോകാതിരിക്കാൻ പറ്റത്തില്ല. കുട്ടി സങ്കടത്തിൽ വന്ന് പറഞ്ഞു, വളരെ അടുത്ത ബന്ധമാണ്, പോയേ പറ്റത്തുള്ളൂ. ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണെങ്കിലും ഞങ്ങൾ കുറച്ച് അടുത്ത് ജീവിച്ച ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദുഃഖമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഇത് പോയിട്ട് എത്രയും പെട്ടെന്ന് വരണം. അങ്ങനെ പോയി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. അതെ, രാവിലെയൊക്കെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കണം, കാര്യം കുറേ ദിവസമായി രാത്രിയും പകലും ഒക്കെ. ഓക്കെ, ആ കുട്ടി അങ്ങനെ വിട്ടത് നന്നായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോട്ടലിലിരിക്കുക. ഒരു 11 മണി, രാവിലെ 11 മണിയായപ്പോഴത്തേക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ല. എൻ്റെ റൂമിലൊരു ഫോൺ വന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡേയ് നീ തിരുവനന്തപുരത്തുണ്ടാ? ഞാൻ പറഞ്ഞില്ല, ഞാൻ എറണാകുളത്താ. നീ ഇന്ന പടത്തിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്? അതെ. പിന്നെ നീ എറണാകുളത്ത് നിന്ന് എന്താ ഇവിടെ തിരുവനന്തപുരത്ത് വരണ്ടേ? ഞാൻ തിരുവനന്തപുരത്തല്ല ഷൂട്ടിങ്. അതല്ല, നിന്റെ കൂടെ അഭിനയിക്കുന്ന ആളുതാ ഇവിടെ ഒരു ഉദ്ഘാടനത്തിന്. ഞാൻ പറഞ്ഞു ഉദ്ഘാടനത്തിനല്ലേ? അവരൊരു മരണത്തിന്. നീ പോടാ എൻ്റെ പാട്ടിന് ഉദ്ഘാടനം. അപ്പൊ ഒരു കാറിനകത്ത് എന്തോ അനൗൺസ്മെന്റ്. അപ്പൊ അനൗൺസ്മെന്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒന്ന് സൈലൻസ് നിന്നോണ്ടേ, ഈ അനൗൺസ്മെന്റ് ഒന്ന് കേക്ക്. ആ കടയുടെ അടുത്ത് നിൽക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും വരുന്നതെന്ന്. അപ്പൊ ഞാൻ അനൗൺസ് ചെയ്തിരിക്കുമ്പോൾ സുപ്രസിദ്ധ നായിക നടി, മലയാളത്തിന്റെ രോമാഞ്ചം, നമ്മുടെ കണ്ണിലുണ്ണി, നമ്മൾ ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന ചന്തമുള്ള ചന്തറാണി ആനി ഉദ്ഘാടനം ചെയ്യുന്നു. ഓർമ്മയുണ്ടോ? മരണമെല്ലാം. അപ്പൊ ഞാൻ ബാലുഗിരി എന്നാണ്, കല്യാൺജി ആനന്ദ്. ഞാൻ പറഞ്ഞ് മരണമൊക്കെ അറ്റൻഡ് ചെയ്ത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വരട്ടെ, ആനിയടുത്ത് ചോദിക്കുമെന്നൊക്കെ പറയുന്നത്. ബാലു, അതാണ് ബാലുവിൻ്റെ ഒരു ഡയറക്ടർ സ്മാർട്ട്നെസ്. എൻ്റെ അടുത്ത് പറയുക, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഒരു കാര്യമുണ്ട്, കളിയാക്കരുത്, നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, ഇനി കളിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇട്ടിട്ട് പോകും, അതുകൊണ്ട് മറിയടിക്കും, നമ്മൾ വിചാരിക്കുന്ന കണക്ക് സീൻ വെക്കത്തില്ല, അതങ്ങനെ നിൽക്കട്ടെ.